തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ അരങ്ങേറിയ ഒരു ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഹണി ട്രാപ്പായിരുന്നു. ഇതിലെ യുവതി റോഷ്നി സുരേഷ്. അവർ 2022 തിരുവനന്തപുരത്തുള്ള ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രത്തിൽ ജോലിക്ക് ചേർന്നു. ഈ സ്ഥാപനത്തിൻ്റെ ഉടമ ഒരു വിജയകുമാറാണ്. ഹൈദരാബാദ്, തെലങ്കാന സ്വദേശിയാണ്. ഹൈദരാബാദിൽ ഇയാൾക്ക് മറ്റ് വ്യവസായങ്ങളും ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രവുമൊക്കെ ഉണ്ട്. 2022 വിജയകുമാർ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു സെൻറ്റർ തുറന്നപ്പോൾ റോഷ്നി സുരേഷിനെ അവിടുത്തെ സ്റ്റാഫായി നിയമിച്ചു. റോഷ്നിയും വിജയകുമാറും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. 2023 ജൂൺ മാസം റോഷ്നി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. കഷ്ടകാലത്തിന് വിജയകുമാർ റോഷ്നിയെ പരിചയപ്പെട്ട് ഒരു വർഷമാകുമ്പോഴാണ് ഈ യുവതി പ്രസവിക്കുന്നത്. യുവതി അതീവ ബുദ്ധിശാലിയാണ്, കുബുദ്ധിയാണെന്നേ ഉള്ളൂ. നേരെ വിജയകുമാറിനോട് പറഞ്ഞു, ഈ കുട്ടി നിങ്ങളുടേതാണ്, ഈ കുട്ടിയുടെ പിതൃത്വം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് കുട്ടിയുടെ എല്ലാ ചെലവും നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ഞാൻ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് അറിയിക്കും, നിങ്ങളുടെ കുടുംബം കുളം തോണ്ടും. പാവം വിജയകുമാർ എന്ന തെലങ്കാന വ്യവസായി, അയാൾ ശരി, നീ ആരോടും പറയേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് സത്യമാണെന്ന് ധരിച്ച് ഈ റോഷ്നി പറയുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് വിജയകുമാർ അയാളുടെ സ്ഥാപനത്തിൻ്റെ വരുമാനം, പ്രതിവർഷ വരുമാനത്തിൻ്റെ 50% തുക റോഷ്നിക്ക് കൈമാറി. കൂടാതെ തിരുവനന്തപുരത്ത് മലയിൻകീഴ് കണ്ണായ സ്ഥലത്ത് ഒരു 20 സെന്റ് സ്ഥലം റോഷ്നിക്ക് വാങ്ങിക്കൊടുത്തു. എന്നിട്ട് അപ്പോഴപ്പോഴായി ഒരു 45 പവൻ സ്വർണം ഈ പെണ്ണുമ്പിള്ള ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി. പിന്നീടും കാശിന് കടിപിടി കൂടി. ഈ വിജയകുമാർ റോഷ്നിയുമായി ഏത് തരത്തിലുള്ള സൗഹൃദമാണെന്ന് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. റോഷ്നി ഇനി മറ്റേതെങ്കിലും യുവാക്കളുമായി സൗഹൃദത്തിലായിരുന്നോ എന്ന കാര്യവും വ്യക്തമല്ല. അതും പോലീസ് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നീട് 3 കഥാപാത്രങ്ങൾ കൂടി ഈ ഹണി ട്രാപ്പിലേക്ക് കടന്നു വരുന്നു. ഒന്ന് ജിബിൻ എന്ന് പറയുന്ന ഒരു യുവാവാണ്, മറ്റൊന്ന് ഉണ്ണിമോൾ ജിബിൻ എന്ന് പറയുന്ന ഒരു യുവതിയാണ്, വേറൊന്ന് അഭിഷേക് എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരനാണ്. അങ്ങനെ ഈ 3 പേരുകൂടി ഈ സംഭവത്തിലേക്ക് കടന്ന് വരികയും വിജയകുമാറിനെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഭീഷണി മറ്റൊന്നുമല്ല, കാശ് തരണം, ഇനിയും കാശ് തരണം. നിങ്ങളുടെ ആൺകുട്ടിയെയാണ് ഈ റോഷ്നി എന്ന് പറയുന്ന യുവതി നൊന്ത് പെറ്റത്, അതുകൊണ്ട് ആ കുട്ടിയുടെ ചെലവൊക്കെ കൊടുക്കണം. 2023 ജൂൺ മുതൽ 2026 ജൂൺ ആകുമ്പോൾ കുട്ടിക്ക് 3 വയസ്സായി. ഇതിനിടയിൽ കുട്ടിയുടെ പേര് പറഞ്ഞ് കുട്ടിയുടെ പിതൃത്വം ഇയാളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് ഏകദേശം 5 കോടി രൂപയും 45 പവൻ സ്വർണവും 20 സെന്റ് സ്ഥലവും ഈ യുവതി അടിച്ചെടുത്തു, യുവതിയും ഈ സംഘവും. പിന്നെ പൈസ കൊടുക്കില്ല എന്നായപ്പോൾ ഭീഷണി മുറുകി. ഇപ്പോൾ സാമ്പത്തിക ബാധ്യതകളുണ്ട്, പൈസ തരാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിജയകുമാർ ഈ യുവതിയെ അറിയിച്ചപ്പോൾ യുവതിയുടെ ഭീഷണി മുറുകി. യുവതി പറഞ്ഞു, ഇനി നിങ്ങളുടെ ഭാര്യയെ അറിയിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ഭാര്യയെയും കുട്ടികളെയും ഞാൻ തട്ടിക്കൊണ്ടുവരും, ചിലപ്പോൾ അവരെ ഞാൻ സെക്സ് റാക്കറ്റിന് വിറ്റുകളയും, അല്ലെങ്കിൽ അവരെ ഞാൻ കൊലപ്പെടുത്തും, ഞാൻ കരുത്തുറ്റ സ്ത്രീയാണ് എന്ന് ഈ നെയ്യാറ്റിൻകര റോഷ്നി അലറി വിളിച്ചു. പാവം ഗത്യന്തരമില്ലാതെ ആ തെലങ്കാന സ്വദേശിയായ വിജയകുമാർ കേരള പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷിച്ചപ്പോൾ റോഷ്നിയുടെ പോക്കത്ര സുഗമമായ രീതിയിലല്ലെന്ന് മനസ്സിലായി. ഈ വിജയകുമാർ സാധുവാണെന്നും അയാൾക്ക് തിരുവനന്തപുരത്തുനിന്ന് അത്ര പിടിപാടൊന്നുമില്ലെന്നും ഇവൾ പറയുന്നതൊക്കെ അതേപടി വിശ്വസിച്ചിരിക്കുകയാണെന്നും പോലീസിന് മനസ്സിലാക്കി. പോലീസ് റോഷ്നി സുരേഷിനെ തട്ടി അകത്താക്കി എന്ന് പറയുമ്പോൾ കൃത്യമായ വിവരങ്ങളും പോലീസ് ചൂണ്ടിയെടുത്തു. ഈ പറഞ്ഞതൊക്കെ തട്ടിപ്പാട് എന്ന് മനസ്സിലാക്കി. ഇനി വേണമെങ്കിൽ ഒരു DNA ടെസ്റ്റ് നടത്തണം, കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാൻ. അതാരാണ് എന്ന് റോഷ്നിക്കും വ്യക്തമല്ല. ഈ വിജയകുമാർ ആണോ എന്ന കാര്യത്തിൽ പോലീസിന് സംശയം തീർക്കണമെങ്കിൽ ഈ DNA പരിശോധന അത്യാവശ്യമാണ്. ഏതായാലും ഹണി ട്രാപ്പ് ഇതൊന്നൊന്നര ഹണി ട്രാപ്പായി പോയി. ഒരു സ്ഥാപനത്തിൽ ജോലി തന്നു എന്ന് പറഞ്ഞ് ആ സ്ഥാപന ഉടമയെ സ്വന്തം കുട്ടിയുടെ അപ്പനാക്കി ചിത്രീകരിച്ച് അതിനുശേഷം 5 കോടി രൂപയും 45 പവൻ സ്വർണവും 20 സെന്റ് സ്ഥലവും എന്നൊക്കെ പറയുമ്പോൾ അതിഭീകര തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്ന് പോലീസ് അടിവരയിട്ട് പറയുന്നു. കേസിൽ മറ്റ് അന്വേഷണ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. വിവരങ്ങൾ അറിയുന്ന മുറയ്ക്ക് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഇക്കാര്യം പങ്കുവയ്ക്കാം.